Good morning to all. My seminar topic is Techniques of Assessment Self-Reporting. So here we will discuss its definition, types, advantages, limitations, and also its relevance in the field of research. So what's the definition of self-reporting? Self-reporting is a method where individuals provide information about their own thoughts, feelings, attitudes, and behaviors. സോ എന്താണ് സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ? അതായത് ഇൻഡിവിജ്വൽസ് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ്റെ രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫീൽഡ്സ് സച്ച് ആസ് സൈക്കോളജി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കൗൺസിലിംഗ് ആൻഡ് ഓൾസോ റിസർച്ച്. ആൻഡ് ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ പല ടൂൾസ് അല്ലെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ്. അതിലേറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു മെത്തേഡ്, സിഗ്നിഫിക്കൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂസാണ്. ഇൻ്റർവ്യൂസ് വളരെ കോമൺ ആണ്. ഇൻ്റർവ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഡിറക്റ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഇൻ്റർവ്യൂവർ ആൻഡ് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂസ്, നമ്മളെല്ലാവരും ഇൻ്റർവ്യൂസ് കണ്ടിട്ടുള്ളവരാണ്, പലതരത്തിലുള്ള ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂസ് തന്നെ ചിലപ്പോൾ സ്ട്രക്ചേർഡായിട്ട് വരാം, സെമി സ്ട്രക്ചേർഡായിട്ട് വരാം, അൺസ്ട്രക്ചേർഡായിട്ട് വരാം. ഇപ്പം ഉദാഹരണത്തിന് സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഇതുപോലെ അൺസ്ട്രക്ചേർഡായിട്ട്, അതായത് വളരെ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇൻ്റർവ്യൂവർ സെലിബ്രിറ്റീസിനോട് ചോദിക്കുന്നതും വളരെ ഫണ്ണായിട്ടാണ് പലപ്പോഴും ഇൻ്റർവ്യൂസ് പോകുന്നത്. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രക്ചേർഡായിട്ട് ഒരു ഫോർമൽ രീതിയിലായിരിക്കും ആ ഇൻ്റർവ്യൂസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂസ് അങ്ങനെ പല ടൈപ്സ്, പല രീതിയിലുണ്ട്: സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, എറ്റ്സെട്ര. ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എസ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ എന്നുള്ള. കാരണം ഇൻ്റർവ്യൂവറിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു റെസ്പോണ്ടൻ്റ് ഇരിപ്പുണ്ട്. ആരോടാണോ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ റെസ്പോണ്ടൻ്റ് അയാളുടെ പേഴ്സണൽ ബിലീവ്സ് അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസ്, അയാളുടെ ഫീലിങ്സൊക്കെയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യനെയറാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യനെയറിൽ അയാൾ ഒരു ടിക്ക് മാർക്ക് ഇടുന്നതോടെ അവിടെ അയാളുടെ ആൻസർ തീരുന്നു. പക്ഷേ ഇൻ്റർവ്യൂസ് അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ ആൻസറിൽ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ വീണ്ടും ആ ഇൻ്റർവ്യൂവറിന്, ആ റെസ്പോണ്ടൻറ്റിനോട് ചോദിച്ച് കൂടുതൽ ബെറ്റർ ക്ലാരിഫിക്കേഷനൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പം ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും ക്ലാരിഫിക്കേഷനും തരുന്നു എന്നുള്ളതാണ് ഇൻ്റർവ്യൂസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ ഇൻ്റർവ്യൂവർ ക്യാൻ ഹാവ് ബയാസ്. ടൈം കൺസ്യൂമിങ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സാധാരണ മോസ്റ്റ് കോമൺലി എല്ലാ ഇൻ്റർവ്യൂസും ഒരു മിനിമം 20-25 മിനിറ്റ്സ്, ഏറ്റവും മിനിമം എങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അതിലും ഷോർട്ടായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ പലപ്പോഴും വളരെ കോമൺ അല്ല. അപ്പോൾ ഇൻ്റർവ്യൂസ് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പിന്നെ ഇൻ്റർവ്യൂവർ ബയാസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇൻ്റർവ്യൂവർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണല്ലോ. അപ്പോൾ അയാൾ സൊസൈറ്റി ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ അയാൾക്ക് അയാളുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് അല്ലെങ്കിൽ അയാളുടെ ബിലീഫ്സ്, അയാളുടെ ഇമോഷൻസ്, അതൊക്കെ ആ ഇൻ്റർവ്യൂവിനെ ബാധിക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിലിയേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളാണ് റെസ്പോണ്ടൻ്റായിട്ട് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആളാണ് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നതെങ്കിൽ അയാളോട് വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് മനസ്സിലാവില്ല. സോ അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനെയേഴ്സാണ് അടുത്തൊരു മെത്തേഡ് ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ്. ഇൻ്റർവ്യൂസിന് ശേഷം നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൂൾ ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയേഴ്സാണ്. ക്വസ്റ്റ്യനെയേഴ്സ് ഇസ് എ റിട്ടൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ബൈ പാർട്ടിസിപ്പൻസ്. അപ്പം ക്വസ്റ്റ്യനെയേഴ്സിൽ ഒരു റിട്ടൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. അത് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പാർട്ടിസിപ്പൻറ്റിന് കൊടുക്കും. അത് ചിലപ്പോൾ ടിക്ക് മാർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബബിൾ ചെയ്തോ, അങ്ങനെ ഏത് രീതിയിലും ആവാം അതിനുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഈസി, എക്കണോമിക്കൽ, യൂസ്ഫുൾ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്. അപ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനേഴ്സ് വളരെ എളുപ്പമാണ്. നമ്മൾ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ റെസ്പോണ്ടൻറ്റിന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചതിൻ്റെ റെസ്പോൺസ് കിട്ടും. അല്ലാതെ നമുക്ക് അതിനൊരു സ്റ്റുഡിയോയോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ ബാക്കിങ്ങോ ഒന്നും ആവശ്യമില്ല ക്വസ്റ്റ്യനെയർ ചെയ്യാൻ. പിന്നെ ഇറ്റ്സ് എക്കണോമിക്കൽ. ഇൻ്റർവ്യൂസിനെ പോലെ അത്രയും ചിലവുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല
ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറയുന്നത്. പ്രിപ്പയർ ചെയ്യാനൊന്നും വലിയ അത്രയും ചിലവ് നമുക്കില്ല. പിന്നെ ലാർജർ ഗ്രൂപ്പ്സിന് ഇതാണ്, കാരണം ഇൻ്റർവ്യൂസ് ഓരോ വ്യക്തിയെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ലാർജർ ഗ്രൂപ്പ്സിന് ഈ ക്വസ്റ്റ്യനേഴ്സ് അങ്ങ് പാസ് ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഈസി. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ഓർ മിസ്അണ്ടർസ്റ്റുഡ് റെസ്പോൺസസ്. അത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കുമ്പം ആ വ്യക്തി അത് കറക്റ്റായിട്ട് ഓണസ്റ്റായിട്ട് അയാളതിന് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ യെസോനോ ഒരു യെസോനോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം യെസാണ് ആൻസറെങ്കിൽ പോലും സൊസൈറ്റിയെ ഭയന്ന് അല്ലെങ്കിൽ ഈ റെസ്പോൺസ് ആരൊക്കെ കാണുമെന്നൊക്കെ ഭയന്ന് അയാൾ ചിലപ്പോൾ നോ കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ വരുന്ന ആൻസേഴ്സിന് അല്ലെങ്കിൽ റെസ്പോൺസസിനൊന്നും വലിയ വാലിഡിറ്റിയോ ഒതൻറ്റിസിറ്റിയോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജാണ് ക്വസ്റ്റ്യനേഴ്സിൻ്റെ. ഇനി റേറ്റിംഗ് സ്കെയിൽസ് ആണ് മറ്റൊരു ടൂൾ ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് പാർട്ടിസിപ്പൻസ് ക്യാൻ റേറ്റ് ദെയർ ഫീലിങ്സ് ഓർ ഒപ്പീനിയൻസ് ഓൺ എ സ്കെയിൽ. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ നമുക്കറിയാമല്ലോ, ചിലപ്പോൾ 1 to 5 ആയിരിക്കും റേറ്റിംഗ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ചിലപ്പം സ്ട്രോങ്ലി ഡിസഗ്രി, 2 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിസഗ്രി ആവാം, 3 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ന്യൂട്രൽ ആവാം, 4 എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി എഗ്രി. അങ്ങനെ റേറ്റിംഗ്സ് മാറിക്കൊണ്ടിരിക്കാം, 1 to 5, ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ റേറ്റിംഗ് സ്കെയിലിലെ ആളുകൾക്ക് ഒപ്പീനിയൻസ്, അവരുടെ ഫീലിങ്സൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു അനലൈസ്. ഓഫ് കോഴ്സ് വളരെ ഈസിയാണ്, കാരണം റേറ്റിംഗ് നോക്കി എന്താണോ നമ്മൾ ആ റേറ്റിംഗ് സ്കെയിലിലെ മെഷർമെൻറ്റ്സ് അതിനനുസരിച്ച് ആൾക്കാരുടെ ഒപ്പീനിയൻസൊക്കെ ഈസി ആയിട്ട് നമുക്ക് റേറ്റ് ചെയ്യാം. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഓർ മൂഡ് ബേസ്ഡ് റെസ്പോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സില്ലി ആയിട്ട് ആളുകൾ ഇതിനെ എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ റേറ്റിംഗ് നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കൂടുതൽ ചിന്തിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ബസ്സിലിരിക്കുകയാണെങ്കിൽ ഒരു റേറ്റിംഗ് സ്കെയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അപ്പോഴത്തെ മൂഡിനനുസരിച്ച് വളരെ സില്ലി ആയിട്ട് അത് മാർക്ക് ചെയ്ത് അങ്ങ് വിടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് വളരെ വാലിഡായിട്ടുള്ള റെസ്പോൺസസ് ഒന്നും കിട്ടണമെന്നില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറീസ് ആൻഡ് ജേർണൽസ്. അപ്പം ഇതെന്ന് പറയുന്ന പാർട്ടിസിപ്പൻസ് ക്യാൻ റെക്കോർഡ് ദെയർ ഡെയിലി എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. ഡയറീസ്, ഇപ്പം പലരും ഡയറി എഴുതുന്ന കൂട്ടത്തിൽ അവരവരുടെ ഡെയിലി എക്സ്പീരിയൻസസ്, അവരുടെ ക്വാർട്ടിഡിയൻ ലൈഫ് സ്റ്റൈൽസ്, അവരുടെ ഇൻട്രാക്ഷൻസ്, അവരുടെ ഇമോഷൻസ്, അവർ എൻകൗണ്ടർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ പേഴ്സണൽ ഡയറീസൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഡയറീസ് പലപ്പോഴും നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിലിരുന്നായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതും വളരെ സബ്ജക്റ്റീവാണ്. ഒരാൾ ഡയറി എഴുതുന്നത് അയാൾ മറയ്ക്കേണ്ട കാര്യങ്ങൾ മറച്ചിട്ട് എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തുമായിരിക്കും ഒരാൾ ചിലപ്പോൾ ഡയറി എഴുതുന്നത്. അയാൾക്ക് മറച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ വാലിഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ലഭിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ റെഗുലർ ആയിട്ടുള്ള റെക്കോർഡിങ് നടക്കില്ല. ഓരോരുത്തരുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ചൊക്കെ ഈ ഡയറി റെക്കോർഡിങ് അല്ലെങ്കിൽ ഈ ഡയറി റൈറ്റിംഗ് ഒക്കെ വേരി ചെയ്യാം. എല്ലാ ദിവസവും ഒന്നും ഡയറി എഴുതണമെന്നില്ല. ഇനി ചെക്ക് ലിസ്റ്റാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് ബിഹേവിയേഴ്സ് ഓർ സിംറ്റംസ് നമുക്ക് തരും. എന്നിട്ട് അതിനകത്ത് അത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാം. അപ്പം അത് യെസ് ഓർ നോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കാരണം അതൊരു ബിഹേവിയറാണ്. നിങ്ങൾക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ബിഹേവിയറിൻ്റെ ഭാഗമാണോ, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, അങ്ങനെ ഒരു ബിഹേവിയർ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് അതുവഴി റെസ്പോൺസസ് കളക്ട് ചെയ്യുന്ന ആൾക്കൊരു കൺക്ലൂഷനിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോപ്പിക്കാണെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആൻഡ് ഈസി സ്ക്രീനിങ് ആണ്. ഒബ്വിയസ്ലി വളരെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡെപ്ത് ഓഫ് ഇൻഫർമേഷൻ ആണ്. വാലിഡ് ആവണമെന്നില്ല. കാരണം ഈ റെസ്പോൺസസ് എല്ലാം സബ്ജക്റ്റീവാണ്. ഒന്നും നമ്മൾ ലോജിക്കലായിട്ട് ഇത് സത്യമാണെന്നൊന്നും ഉറപ്പില്ല. സബ്ജക്റ്റീവാണ്, ഹ്യൂമൻസ് ആണ്, അവരുടെ ഇമോഷൻസ് അനുസരിച്ച് അത് വേരി ചെയ്യാം. ഇനി നമുക്കപ്പോൾ ഇത്രയാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്രയുമാണ് ടൂൾസ് ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഡിസ്കസ് ചെയ്തു, ഇൻ്റർവ്യൂസ് ഡിസ്കസ് ചെയ്തു, റേറ്റിംഗ് സ്കെയില് ഡിസ്കസ് ചെയ്തു, അതുപോലെ ചെക്ക് ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു കോണ്ടംപററി റെലവൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് എന്ന് നോക്കാം. സെൽഫ് റിപ്പോർട്ടിംഗ് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം പാർട്ടിസിപ്പൻസ്. അത് ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂസ് ആയാലും ക്വസ്റ്റ്യനേഴ്സ് ആയാലും ഒക്കെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, ഡിറക്റ്റ് ഇൻഫർമേഷനാണ്
ആ റെസ്പോണ്ടൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഒന്നും ഇല്ല, ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നു. പിന്നെ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ സ്റ്റഡിയിങ് ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, എക്സ്പീരിയൻസ്. ഒബ്വിയസ്ലി പേഴ്സണലായിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോസ്റ്റ് എഫക്റ്റീവ് ഫോർ ലാർജ് പോപ്പുലേഷൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യനേഴ്സ് ആയാലും ചെക്ക് ലിസ്റ്റ് ആയാലും റേറ്റിംഗ് സ്കെയിൽസ് ഒക്കെ ആയാലും ഒരു ലാർജ് പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയും എക്സ്പെൻസീവ് അല്ല. നേരെ കുറിച്ച് ഇൻ്റർവ്യൂസ് ഇറ്റ്സ് എ ബിറ്റ് എക്സ്പെൻസീവ് ഇൻ്റർവ്യൂസ്. കാരണം ഇൻ്റർവ്യൂ ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റപ്പ്, ഒരു ടെക്നോളജിക്കൽ സെറ്റപ്പ്, ഒരു ടെക്നിക്കൽ ബാക്കപ്പ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ബാക്കി മെത്തേഡ്സൊക്കെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. പിന്നെ സപ്പോർട്ട്സ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പം ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂസിലൂടെ നമ്മളൊരാളുടെ ക്യാരക്ടർ, അയാളുടെ വിഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് ഇൻപുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നേരെ മറിച്ച് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം ഒരു വലിയ പോപ്പുലേഷൻ്റെ ഇൻട്രസ്റ്റ് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് സർവേസ് നമ്മൾ നടത്തുന്നു, ഇലക്ഷന് പ്രീ പോൾ സർവേസ് ഒക്കെ നടത്തും, ആരും ഏത് കാൻഡിഡേറ്റ് ജയിക്കും, ഏത് പാർട്ടി പൊളിറ്റിക്കൽ പവറിൽ വരും എന്നൊക്കെ ഉള്ളത്. അത് വേണമെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് എത്ര പേര് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, കൂടുതൽ വോട്ട് ലഭിക്കുന്നവരായിരുന്നൊക്കെ ഒരു പ്രീ പോൾ സർവേ ഒക്കെ നടത്താറുണ്ട്. അതൊക്കെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എക്സാമ്പിളാണ്. സോ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഓൺ സ്ട്രെസ്, പേഴ്സണാലിറ്റി. നമുക്ക് ഒരാളുടെ പേഴ്സണൽ ഇമോഷൻസ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് സൈക്കോളജിക്കൽ ഫീൽഡിലുമൊക്കെ ഉപയോഗിക്കാം. അയാൾ എന്തെങ്കിലും ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ടോ, അയാളുടെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഓക്കെയാണ്, അയാളുടെ പേഴ്സണാലിറ്റി എത്രത്തോളം ഓക്കെ ആണെന്നൊക്കെ ഈ കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്കോ കൺവിക്ഷനിലേക്കോ ഒക്കെ എത്താൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷണൽ ഫീൽഡിലും റിസർച്ചിനും അതുപോലെ സ്റ്റുഡൻറ്റ് ലേണിംഗ് ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഹെൽത്ത് സർവേസിന് ഉപയോഗിക്കാം, മാർക്കറ്റ് റിസർച്ചിന് ഉപയോഗിക്കാം, എക്സെട്ര. സോ ലിമിറ്റേഷൻസ് ആൻഡ് കൺക്ലൂഷൻ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ലിമിറ്റേഷൻസ് എന്താണെന്നും കൂടി നോക്കി. ഒന്നാമത്തെ ലിമിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ബയാസ്ഡ്. അതുപോലെ മെമ്മറി എറേഴ്സ് വരാം. കാരണം ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് റെസ്പോൺസ് കിട്ടണമെന്നില്ല. ആളുടെ മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് അയാൾക്ക് ചിലപ്പോൾ അതൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. അതുപോലെ സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള റെസ്പോൺസസ് ഒക്കെ തരാനാണ് കൂടുതൽ ചാൻസ്. ആൾക്കാർ സൊസൈറ്റിയെ ഭയന്നിട്ട്, ടബൂസിനെയൊക്കെ ഭയന്നിട്ട് അങ്ങനെയുള്ള സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസസ് മാത്രമേ മിക്കപ്പോഴും തരാൻ സാധ്യതയുള്ളൂ. സോ ഇൻ കൺക്ലൂഷൻ ടു സേ സെൽഫ് റിപ്പോർട്ടിംഗ് ഈസ് പ്രാക്ടിക്കൽ. വളരെ പ്രാക്ടിക്കലാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ടൂൾസാണ് ഇതൊക്കെ. ക്വസ്റ്റ്യനേഴ്സ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും ഒക്കെ. പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അതിനെ ഒന്നുകൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സബ്ബായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്ലെക്സിബിൾ ആണ്. അതിൽ അസസ്മെൻറ്റ് റിസർച്ച് ഫീൽഡ്സിലും ഇത് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ അസസ്മെൻറ്റിൻ്റെ ഒരു ടൂൾ എന്ന നിലയിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ ഇൻ്റർപ്രറ്റിംഗ് ഹ്യൂമൻ ഇമോഷൻസ് ആസ് വെൽ ആസ് changing societal trends. Okay, so that's all, and thank you.